നമസ്കാരം. വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വയനാട് ദുരന്തം കേരളം സമർപ്പിച്ച രേഖകളെ ചൊല്ലിയുള്ള വിവാദത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന പ്രതിപക്ഷ മുൻ നേതാവ് രമേശ് ചെന്നിത്തല സർക്കാർ സത്യസന്ധമായ നിലപാട് കൈക്കൊള്ളണമെന്ന ആവശ്യം, ചെലവാക്കിയ തുകയല്ല രേഖപ്പെടുത്തിയതെന്നും പ്രതീക്ഷിക്കുന്ന കണക്ക് മാത്രമാണെന്നുമുള്ള വിശദീകരണം കൃത്യമായി ജനങ്ങളോട് വിശദീകരിക്കണമെന്നും ചെന്നിത്തല. തൊഴിലിന്റെ ദേവതയായ വിശ്വകർമാവിന് പ്രണാമം അർപ്പിച്ച തൊഴിലാളി സമൂഹം. ദൃശ്യരൂപത്തിൽ പഞ്ചമുഖവും 15 കണ്ണുകളുമുള്ള രൂപത്തിന് ഋഷി പഞ്ചമി പൂജ. വിശ്വകർമ്മ ദിനത്തിൽ ഭാരതത്തിന് തൊഴിൽ ദിനം. BMS വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ജില്ലാ ട്രഷറർ വിപിൻ മംഗലം ഉദ്ഘാടനം ചെയ്തു. കൈപ്പറമ്പ് മുണ്ടൂരിൽ വർക്ക്ഷോപ്പിൽ ദുരൂഹ സാഹചര്യത്തിൽ അഗ്നിബാധ. അവണൂർ സ്വദേശി എൽവിന്റെ ഉടമസ്ഥതയിലുള്ള വർക്ക്ഷോപ്പിലാണ് തീ പടർന്നത്. ഇരുചക്രവാഹനങ്ങൾ കത്തി നശിച്ചു. പേരാമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പുലികൊട്ടിന്റെ ആരവം, അരമണി കിലുക്കിയുള്ള ആവേശതാളം, വൈവിധ്യത്തിന്റെ മനോഹര കാഴ്ചകൾ ഒരുക്കി പുലിമടകൾ, മതിവര കാഴ്ചയൊരുക്കി ചമയ പ്രദർശനം. ഇത്തവണ സ്വരാജ് റൗണ്ടിനെ വിറപ്പിക്കുക 7 പുലി സംഘങ്ങൾ. ഓരോ ടീമിലും 35 മുതൽ 51 വരെ പുലികൾ. വിജയികളെ കാത്തിരിക്കുന്നത് സമ്മാന പെരുമഴ. ബുധനാഴ്ച രാവിലെ മുതൽ നഗരത്തിൽ ഗതാഗത ക്രമീകരണം. നഗരം നിരീക്ഷിക്കാൻ പോലീസ് പട, CCTV ക്യാമറകളും സജ്ജം. തദ്ദേശ വാർഡുകളുടെ പുനർനിർണയം. 2025 തിരഞ്ഞെടുപ്പിൽ പുതിയതായി എത്തുക 1712 ജനപ്രതിനിധികൾ. ഓണറേറിയവും ഹാജർ ഭത്തയും നൽകാൻ കണ്ടെത്തേണ്ട അധിക തുക പ്രതിമാസം 1.56 കോടി രൂപ. പഞ്ചായത്തുകളിൽ 1375, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 187, ജില്ലാ പഞ്ചായത്തുകളിൽ 15 അംഗങ്ങളും വർദ്ധിക്കും. നഗരസഭകളിൽ പുതിയതായി എത്തുക 128 കൗൺസിലർമാർ. കോർപ്പറേഷനുകളിൽ 7 കൗൺസിലർമാർ അധികമായെത്തും. ഡീലിമിറ്റേഷൻ കമ്മീഷൻ യോഗം 24-നാണ്. ഓണക്കാലത്ത് മദ്യവിൽപ്പനയിൽ നേരിയ ഇടിവ്. അത്തം മുതൽ ഉത്രാടം വരെയുള്ള 9 ദിനങ്ങളിൽ വെയർഹൌസുകളിൽ നിന്ന് വിറ്റഴിച്ചത് 700.93 കോടി രൂപയുടെ മദ്യം. കഴിഞ്ഞ വർഷം ഇത് 715.97 കോടി. കൊല്ലം ആശ്രാമത്തിന് സംസ്ഥാനത്ത് 1-ാം സ്ഥാനം, ചാലക്കുടിക്ക് 3-ാം സ്ഥാനം സ്വന്തം. വിറ്റഴിച്ചത് 104.48 ലക്ഷം രൂപയുടെ മദ്യം. നിരത്തുകളിൽ ജീവൻ രക്ഷയുടെ സന്ദേശവാഹകരായ വടക്കാഞ്ചേരി ആക്സ് വീണ്ടും മഹനീയതയുടെ പ്രതീകം തീർത്തു. ആക്സിഡന്റ് കെയർ ആൻഡ് ട്രാൻസ്പോർട്ട് സർവീസ് പ്രവർത്തകർ ഓണം ആഘോഷിച്ചത് ചേലക്കര ശാന്തി ഭവനിലെ 15 അമ്മമാർക്കൊപ്പം. വിരിപ്പാക്ക തൃശൂർ കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ തൊഴിലാളികൾക്ക് ഇത്തവണ പട്ടിണിയോണം. മില്ലിന് മുൻപിൽ അടുപ്പ് കൂട്ടി കഞ്ഞി വെച്ച് സംയുക്ത തൊഴിലാളി യൂണിയൻ പ്രക്ഷോഭം. ഓണപ്പൂക്കളത്തിന് പൂ പറിക്കാനിറങ്ങിയ വയോധികയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച തെരുവ് നായ്ക്കൂട്ടം. പാർലിക്കാട് വെള്ളിത്തിരുത്തി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപമായിരുന്നു നായ ആക്രമണം. സാരഥി വീട്ടിൽ നടരാജസ്വാമിയുടെ ഭാര്യ ലക്ഷ്മിക്കാണ് നായ കടിയേറ്റത്. മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. നായ നിർമ്മാർജ്ജനത്തിന് നടപടിയില്ലാത്തതിൽ വൻ പ്രതിഷേധം. സംസ്ഥാനത്ത് വീണ്ടും റേഷൻ കാർഡ് ഉടമകൾക്കുള്ള മസ്റ്ററിംഗ്. ബുധനാഴ്ച മുതൽ 3 ഘട്ടങ്ങളിലായി മസ്റ്ററിംഗ് നടക്കും. തൃശൂർ ജില്ലയിൽ 25 മുതൽ ഒക്ടോബർ 1 വരെ മസ്റ്ററിംഗ് നടക്കും. ഒക്ടോബർ 15 മുമ്പ് പൂർത്തിയാക്കി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകും. നടിയെ ആക്രമിച്ച കേസിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി. പൾസർ സുനിക്ക് ജാമ്യം നൽകി സുപ്രീം കോടതി. സർക്കാരിന്റെ ശക്തമായ എതിർപ്പ് തള്ളിയാണ് ജാമ്യം. വിചാരണ അനന്തമായി നീണ്ടുപോകുന്നതിൽ പരമോന്നത കോടതിക്ക് അതൃപ്തി. 7.5 വർഷങ്ങൾക്ക് ശേഷമാണ് പൾസർ സുനി എന്ന സുനിൽകുമാർ ജയിൽ മോചിതനാകുന്നത്. വളരെ സന്തോഷമെന്ന് സുനിയുടെ മാതാവ്. ചാലക്കുടി കൂടപ്പുഴയിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. പെരിങ്ങൽകുത്ത് സ്വദേശി 19-കാരൻ ഡെൽജോയാണ് ദുരന്തത്തിനിരയായത്. സഹയാത്രികൻ പരിയാരം ചില്ലായി സ്വദേശി 17-കാരൻ മിഥുന് ഗുരുതര പരിക്ക്. നിർത്തിയിട്ട ബസിനെ ബൈക്ക് മറികടക്കുന്നതിനിടയിലാണ് അപകടവും ദുരന്തവും.